റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് റേഡിയോ ലൈമിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. യുകെയും യുഎസും തമ്മിലുള്ള സാമ്പത്തിക കരാറിനെ കുറിച്ചുള്ള ഉൽപാദനക്ഷമമായ ചർച്ചകൾ വേഗതയിൽ തുടരുമെന്ന് സർ കെയർ സ്റ്റാർമറും ഡൊണാൾഡ് ട്രംപും അഭിപ്രായപ്പെട്ടു. ആവശ്യമെങ്കിൽ യുഎസ് വ്യാപാര നികുതികൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് നമ്പർ 10 സ്രോതസ്സുകൾ പറഞ്ഞതിനു ശേഷമാണ് ഞായറാഴ്ച രാത്രി ഇരുവരും തമ്മിലുള്ള ഫോൺ കോൾ അവസാനിച്ചത്. ബുധനാഴ്ച പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ട്രംപിന്റെ കാർ ഇറക്കുമതിക്ക് 25% ലെവി ഏർപ്പെടുത്തുന്നതിന് മുന്നോടിയായി അവസാന നിമിഷം ഇളവ് നേടിയെടുക്കാൻ ബ്രിട്ടീഷ് ചർച്ചകൾ ശ്രമിക്കുകയാണ്. വൈറ്റ് ഹൌസിലെ തന്റെ രണ്ടാം ടേമിന്റെ ആദ്യ കുറച്ചു മാസങ്ങളിൽ ട്രംപ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നിരവധി താരിഫുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കൂടുതൽ നികുതികൾ ചുമത്തുമെന്ന ഭീഷണിയും ഉണ്ട്. യുഎസുമായി ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി മുൻപ് പറഞ്ഞിരുന്നു. എന്നാൽ യുകെയെ ഒഴിവാക്കാനുള്ള ഒരു കരാറിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ യുഎസിൽ പരസ്പര താരിഫുകൾ ഏർപ്പെടുത്താനുള്ള അവകാശം യുകെക്കുണ്ട് എന്നും സർ കെയർ സ്റ്റാർമർ പറഞ്ഞു. മറ്റ് പങ്കാളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യുകെക്ക് യുഎസുമായി താരതമ്യേന തുല്യമായ വ്യാപാര ബന്ധമുണ്ട് എന്നും സർക്കാർ വാദിച്ചു. പരസ്പര വ്യാപാര യുദ്ധം സാമ്പത്തിക വളർച്ചയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തുമെന്നും ചാൻസലർ റേച്ചൽ റീവ്സ് സ്വയം ഏർപ്പെടുത്തിയ സാമ്പത്തിക നിയമങ്ങൾ പാലിക്കണമെന്ന ആവശ്യം പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും സ്വതന്ത്ര ബഡ്ജറ്റ് ഉത്തരവാദിത്ത ഓഫീസ് മുന്നറിയിപ്പ് നൽകി. പുതിയ ഫാർമസി ഫണ്ടിംഗ് പാക്കേജ് സർക്കാർ അംഗീകരിച്ചതോടെ ഇംഗ്ലണ്ടിൽ തുടങ്ങാനിരുന്ന പ്രതിഷേധങ്ങൾ പിൻവലിച്ചു. ആയിരക്കണക്കിന് പ്രാദേശിക ഫാർമസികളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘം ചൊവ്വാഴ്ച മുതൽ പ്രവർത്തന സമയം വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിലെ ഫാർമസികൾക്കുള്ള സർക്കാർ ധനസഹായം 2019-2020 £2.6 ബില്യൺ ആയിരുന്നു. എന്നാൽ അടുത്ത കുറച്ചു വർഷങ്ങളിൽ അത് പണപ്പെരുപ്പത്തിനൊപ്പം ഉയർന്നില്ല. നിലവിലെ സാമ്പത്തിക വർഷത്തിൽ ഇത് £2.7 ബില്യൺ ആയിരുന്നു. പുതിയ കരാർ പ്രകാരം അടുത്ത വർഷം £3.1 ബില്യൺ ആയി ഉയരും. രോഗികൾക്ക് കൂടുതൽ മാനസികാരോഗ്യ പിന്തുണയും കൂടിയാലോചനകളും രക്തസമ്മർദ്ദ പരിശോധനകളും ഈ കരാറിൽ ഉൾപ്പെടും. ഞായറാഴ്ച പ്രഖ്യാപിച്ച പദ്ധതിയിൽ സ്ത്രീകൾക്ക് ഫാർമസികളിൽ നിന്ന് സൗജന്യമായി പ്രഭാത ഭക്ഷണ ഗുളിക ലഭിക്കാൻ പ്രാപ്തമാക്കുന്നതിനുള്ള ഒരു പദ്ധതിയും ഈ കരാറിൽ ഉൾപ്പെടുന്നു. കരാറിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി ഫാർമസി ഉടമകളുടെ £193 മില്യൺ കടം സർക്കാർ എഴുതിത്തള്ളും. ഫണ്ടിംഗ് പാക്കേജ് ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണെന്ന് മറ്റു ചിലർ പറഞ്ഞു. പക്ഷേ നാഷണൽ ഇൻഷുറൻസിലെ വർധനവ് ഉൾപ്പെടെ ഫാർമസികൾ നേരിടുന്ന എല്ലാ ചെലവ് വർധനകളും ഇത് ഇപ്പോഴും ഉൾക്കൊള്ളില്ല. കരാർ പ്രഖ്യാപിച്ച മന്ത്രിമാർ ഒരു പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ഫണ്ടിംഗ് കുറവും അവഗണനയും തിരിച്ചുപിടിക്കാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. താങ്ങാനാവാത്ത സമ്മർദ്ദങ്ങൾ നേരിടുന്നതിനാൽ അടച്ചുപൂട്ടലുകളും വെട്ടിക്കുറവുകളും ഉണ്ടാകുമെന്ന് കമ്മ്യൂണിറ്റി ഫാർമസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ബ്രിട്ടനിൽ പൊതുവെ കുടിയേറ്റക്കാർ നഴ്സിംഗ് മേഖലകളാണ് കൂടുതലായി തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ മറ്റു ചില മേഖലകളിലും ബ്രിട്ടനെ ജോലിക്കാരുടെ വലിയ ക്ഷാമം നേരിടുന്നുണ്ട്. ജോലിക്കാർ വൻതോതിൽ രാജിവെച്ചു പോകുന്ന ദി ഗ്രേറ്റ് റെസിഗ്നേഷൻ ട്രെൻഡാണ് ബ്രിട്ടനിലും സാരമായി ബാധിക്കുന്നത്. തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഉയരുമ്പോഴും ചില കരിയറുകൾ തിരഞ്ഞെടുക്കുന്നത് എളുപ്പം ജോലി നേടാൻ സഹായിക്കും. സ്കിൽഡ്, സ്പെഷ്യലൈസ്ഡ് ജോലികളല്ല ഇവ എന്താണ് ഇതിൽ സവിശേഷമായ കാര്യം. ടീച്ചിംഗ് പ്രൊഫഷനിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിട്ടുണ്ട്. 2023 കണക്കുകൾ പ്രകാരം സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ റിക്രൂട്ട്മെന്റ് 50% മാത്രമാണ് നടക്കുന്നത്. ഫിസിക്സിലാണ് അധ്യാപകരുടെ കുറവ് ഏറ്റവും കൂടുതൽ. ഉത്തരവാദിത്തം ഏറിയതും വരുമാനം കുറഞ്ഞതുമാണ് ഈ പ്രൊഫഷനിലേക്ക് ജോലിക്കാരുടെ ഒഴുക്ക് കുറച്ചത്. രാജ്യത്ത് ചരക്ക് നീക്കം നടത്തുന്ന ലോറി ഡ്രൈവർമാർക്ക് വലിയ ആവശ്യമുണ്ട്. എന്നാൽ റോഡിൽ കൂടുതൽ സമയം ചെലവാക്കുന്നതും വീട്ടിൽ നിന്നും അകന്നിൽക്കുന്നതും ശാരീരിക അധ്വാനം വേണ്ടിവരുന്നതുമാണ് ഈ ജോലിയുടെ ആകർഷണീയത കുറയ്ക്കുന്നത്. സാഹസവും സ്ഥിരതയും ഡ്യൂട്ടി ചെയ്യാനുള്ള താല്പര്യവും വേണ്ടിവരുന്ന സായുധ സേനാ ജോലിക്കും ഇപ്പോൾ റിക്രൂട്ടുകൾ കിട്ടുന്നത് ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. ബ്രിട്ടന്റെ സൈന്യത്തിൽ ഇപ്പോൾ 2 ലക്ഷം പേരുടെ കുറവുണ്ട്. സായുധ സേനകളുടെ ശമ്പളം 2011 മുതൽ 1.9% മാത്രമാണ് വർദ്ധിച്ചത്. പോലീസ് സേനകളിലും ജോലിക്കാരെ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പൊതുജനങ്ങളുടെ വിമർശനം നേരിടുന്നതും ഉയർന്ന ക്രൈം റേറ്റും ജോലിയിലെ സമ്മർദ്ദവുമാണ് ഇതിലേക്ക് വരാൻ ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നത്. ഇങ്ങനെ പല മേഖലകളിലും ഇനിയും റിക്രൂട്ടുകൾ ആവശ്യമാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അനധികൃത കുടിയേറ്റക്കാരെ പിടിക്കാൻ ഫാസ്റ്റ് ഫുഡ് ഡ്രൈവർമാർക്കും ബ്യൂട്ടി സലൂണുകളിലും നിയന്ത്രണവും ശിക്ഷാ നടപടികളും വരും. അനധികൃത കുടിയേറ്റക്കാരെ ഉപയോഗിച്ച് വലിയ ശമ്പളം കൊടുക്കാതെ ലാഭം കൊയ്യാൻ സ്ഥാപനങ്ങളും രംഗത്ത് വന്നതോടെയാണ് ഹോം സെക്രട്ടറി വെഡ് കൂപ്പർ വാളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാർക്ക് കരിഞ്ചന്തയിൽ ജോലി ലഭിക്കുന്നത് വളരെ എളുപ്പമായി മാറിയിട്ടുണ്ടെന്ന് കൂപ്പർ സമ്മതിക്കുന്നു. അനധികൃതമായി കുടിയേറ്റക്കാരെ ജോലിക്ക് നിയോഗിക്കുന്നവർക്ക് 5 വർഷം വരെ ജയിൽ ശിക്ഷയും വമ്പൻ പിഴയും സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുമുള്ള വകുപ്പ് പ്രയോഗിക്കാനാണ് ഹോം സെക്രട്ടറി ഉത്തരവിട്ടിരിക്കുന്നത്. ലണ്ടനിൽ ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അവർ. 40 രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന പരിപാടിയിൽ അന്താരാഷ്ട്ര സഹകരണം, സപ്ലൈ റൂട്ട്, ക്രിമിനൽ ഫിനാൻസ്, ഓൺലൈൻ പരസ്യങ്ങൾ എന്നീ വിഷയങ്ങളിൽ ചർച്ച നടത്തും.
UK-യിൽ വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടി അപ്ഡേറ്റുകൾ വരുന്നതോടെ 59ഓളം കാറുകളുടെ ഉടമകൾ ബുദ്ധിമുട്ടും. പെട്രോൾ ഡീസൽ കാറുകളുടെ പുതിയ മോഡൽ ഉടമകളാണ് പ്രതിസന്ധി നേരിടുക. ഏപ്രിൽ 1 മുതൽ മാറ്റം പ്രാബല്യത്തിൽ വരും. മലിനീകരണം ഉണ്ടാകുന്ന വാഹനങ്ങളാണ് പ്രതിസന്ധി നേരിടുന്നത്. ആദ്യ വർഷത്തെ കാർ ടാക്സ് ലേബർ സർക്കാർ വർദ്ധിക്കുമ്പോൾ വാർഷിക നികുതി ഇരട്ടിയോളമായി വർദ്ധിക്കും. കിലോമീറ്ററിന് 255 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്ന കാറുകളുടെ വാർഷിക നികുതി 2745 പൗണ്ടിൽ നിന്നും 5490 പൗണ്ടായിരിക്കും വർദ്ധിക്കുക. ബ്രാൻഡഡ് ആയിട്ടുള്ള പെർഫോമൻസ് എഞ്ചിനുകളോടുകൂടിയ ആഡംബര വാഹനങ്ങളുടെ നികുതിയും കുത്തനെ കൂടും. ഔഡി, ആസ്റ്റൺ മാർട്ടിൻ, ബെൻലി, BMW എന്നീ കമ്പനികളുടെ പല മോഡലുകളും കിലോമീറ്ററിൽ 255 ഗ്രാമിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തുവിടുന്നത്. ഫോർഡ്, പോർഷെ, റോൾസ് റോയ്സ് എന്നിവയ്ക്കൊപ്പം മെഴ്സഡസിനെയും നികുതി വർധന ബാധിക്കുമെന്നും സൂചനകൾ. ഇനി നാട്ടിലെ വാർത്തകൾ. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം സമഗ്രമായി പരിഷ്കരിക്കാൻ ഒരുങ്ങി സർക്കാർ. 3 വർഷത്തെ പ്രീ പ്രൈമറി പഠനത്തിനുള്ള പാഠ്യപദ്ധതിയാണ് SCRT തയ്യാറാക്കാനിരിക്കുന്നത്. സംസ്ഥാനത്ത് 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം 6 വയസ്സാക്കുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. പ്രീ പ്രൈമറി പഠനത്തിന് LKG, UKG സംവിധാനങ്ങളാണ് നിലവിലുള്ളത്. എന്നാൽ പരിഷ്കരണത്തോടെ UKGക്ക് ശേഷം ഇനി 1 വർഷം കൂടി അധികമായി വരും. 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 2026 മുതൽ 6 വയസ്സാക്കി ഉയർത്തുന്നതിനൊപ്പമാണ് പ്രീ പ്രൈമറിയിലും മാറ്റങ്ങൾ വരുത്തുന്നത്. കേരളത്തിലെ സ്കൂളുകളിൽ നിലവിൽ 1-ാം ക്ലാസ് പ്രവേശനം 5-ാം വയസ്സിലാണ് നടത്തുന്നത്. അതനുസരിച്ച് 3 വയസ്സിലാണ് പ്രീ പ്രൈമറി ക്ലാസ്സിൽ കുട്ടികൾ ചേരുന്നത്. 2 വർഷത്തെ പ്രീ പ്രൈമറി പഠനത്തിനു ശേഷം 1-ാം ക്ലാസ്സിലെത്തുകയാണ് സാധാരണ രീതി. അതാണ് ഇനി മുതൽ മാറ്റത്തിനായി ഒരുങ്ങുന്നതും. സാമ്പത്തികമായി കേന്ദ്രം കേരളത്തെ ഞെരുക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ചെലവിൽ വൻ വർധനയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 2024-25 വർഷത്തെ വാർഷിക ചെലവ് ഏകദേശം 1.75 ലക്ഷം കോടി രൂപ കവിഞ്ഞതായി മന്ത്രി പറഞ്ഞു. അന്തിമ കണക്കിൽ ചെലവ് ഉയരാനാണ് സാധ്യതയെന്നും 2 ട്രില്യൺ ബഡ്ജറ്റിലേക്ക് കേരളം എത്തുന്നുവെന്നതിനെ സാധൂകരിക്കുന്നതാണ് ഈ സാമ്പത്തിക വർഷത്തെ കണക്കുകളെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനം സമ്പദ് വ്യവസ്ഥയിൽ ഇത്തവണയും ശക്തമായ വളർച്ചയാണ് നേടിയത്. സംസ്ഥാന പദ്ധതിയും തദ്ദേശ സ്വയംഭരണ പദ്ധതിയും ചേർന്നുള്ള ആകെ സംസ്ഥാന പദ്ധതി 92.32% കടന്നുവെന്നാണ് ട്രഷറിയിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം തനത് വരുമാനം 1 ലക്ഷം കോടിയിലേക്ക് എത്തുന്നതായാണ് പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ക്ഷേമ പെൻഷന് ബഡ്ജറ്റ് വകയിരുത്തലിനേക്കാൾ 2053 കോടിയധികം നൽകി. എല്ലാ മേഖലയിലും ബഡ്ജറ്റിനേക്കാൾ അധികം തുക ലഭ്യമാക്കിയിട്ടുണ്ട്. ബഡ്ജറ്റിൽ വകയിരുത്തലില്ലാത്ത വലിയ ബാധ്യതകളും ഏറ്റെടുക്കേണ്ടി വന്നു. അന്തിമ കണക്കിൽ ചിലവ് ഉയരാനാണ് സാധ്യതയെന്നും മന്ത്രി വ്യക്തമാക്കി. ഇനി സ്പോർട്സ് വാർത്തകൾ. ലാലിഗയിൽ വിജയക്കുതിപ്പ് തുടർന്ന് ബാഴ്സലോണ 1-4 ഗോളുകൾക്ക് ജിറോണ FCയെ തോൽപ്പിച്ചു. സ്വന്തം തട്ടകമായ എസ്റ്റാഡി ഒളിമ്പിക് ലൂയിസ് കമ്പനി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ റോബർട്ട് ലെവൻഡോവ്സ്കി ഇരട്ട ഗോളുമായി തിളങ്ങി. ഫെറാൻ ടോറസ് ആണ് മറ്റൊരു സ്കോറർ. ലഡീസ്ലാവ് ക്രേസിയുടെ സെൽഫ് ഗോളും കറ്റാലൻ ക്ലബിന് അനുകൂലമായി. ജിറോണയ്ക്കായി ഡെൻചുമ ആശ്വാസ ഗോൾ കരസ്ഥമാക്കി. ജയത്തോടെ 66 പോയിന്റുമായി കറ്റാലൻ ക്ലബ് 1-ാം സ്ഥാനത്ത് തുടരുന്നു. 63 പോയിന്റുള്ള റയൽ മാഡ്രിഡാണ് രണ്ടാമത്. 110.71 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio